ഹായ് ഓൾ, അസ്സാം വലൈക്കും. എല്ലാവർക്കും സുഖമല്ലേ? ഒരുവിധം എല്ലാവരുടെ ഫേവറേറ്റ് അല്ലേ ഈ ചിക്കൻ റാപ്പ്. എന്നാൽ കുറേ ടൈപ്പ് ചിക്കൻ റാപ്സും ഉണ്ട്. അതിൽ വെച്ച് വളരെ സിമ്പിളായിട്ടുള്ളതും എന്നാൽ ടേസ്റ്റ് വൈസ് അടിപൊളിയായിട്ടുള്ള ഒരു ചിക്കൻ റാപ്പ് എങ്ങനെ വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ നോക്കാം. അതിനുവേണ്ടി ഞാനിവിടെ എടുത്തു വെച്ചത് കുറച്ച് ഫ്രോസൺ ചിക്കൻ സ്ട്രിപ്സ്, കുറച്ച് ഫ്രഞ്ച് ഫ്രൈസ്, കുറച്ച് വെജീസാണ്. വെജിറ്റബിൾസൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രൂപത്തിൽ എടുക്കാം. ഞാനിവിടെ ക്യാപ്സിക്കം, ഒനിയൻ, ക്യാബേജ് ആൻഡ് ടൊമാറ്റോ ആണ്. അത് കുറച്ച് നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചാണ്. ഇനി ഒരു പോട്ട് വെച്ച് ഓയിൽ ഒഴിച്ച് ചൂടായി വരുമ്പം നമ്മൾ എടുത്ത് വെച്ച് ചിക്കൻ സ്ട്രിപ്സ് ഇട്ട് ഓരോന്നോരോന്നും പൊരിച്ചെടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഈ ചിക്കൻ സ്ട്രിപ്സ് ഇല്ലെങ്കിൽ നിങ്ങൾ എന്താക്കാം, നമ്മൾ ബോൺലെസ് ചിക്കൻ ഉണ്ടാവില്ലേ, അതെടുത്ത് നല്ലോണം ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് ഫ്രൈ ചെയ്യാൻ നേരത്ത് മൈദയിലിട്ട് ഒന്ന് മൈദ കോട്ട് ചെയ്തിട്ട് ഒന്ന് പൊരിച്ചെടുത്താൽ മതി. അപ്പോൾ ഇതേപോലെ തന്നെ ഉണ്ടാവും. ഇനി ഇത് നമുക്ക് തിരിച്ചും മറിച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ കളർ അധികം ചേഞ്ച് ആവാണ്ട് നല്ല ബ്രൗൺ കളർ ആവാണ്ട് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ജസ്റ്റ് ഒരു ഗോൾഡൻ ബ്രൗൺ കളർ ആകുമ്പോൾ ഇത് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. ഇങ്ങനത്തെ ഫ്രോസൺ ചിക്കൻ സ്ട്രിപ്സൊക്കെ നമ്മൾ വാങ്ങി വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ റാപ്സ് ആയാലും എല്ലാം വേഗം പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ മക്കളൊക്കെ സ്കൂളിൽ പോകുന്നുണ്ടെങ്കിൽ രാവിലത്തെ പണിയൊക്കെ നമുക്കൊന്ന് എളുപ്പമായി കിട്ടും. ഇങ്ങനെ എല്ലാം ഫ്രൈ ചെയ്ത് നമുക്ക് ഓയിലിൽ നിന്നും മാറ്റിയെടുക്കാം. ഇനി ഈ സെയിം ഓയിലിലേക്ക് നമ്മൾ നേരത്തെ എടുത്ത് വെച്ച ഫ്രഞ്ച് ഫ്രൈസ് ഇല്ലേ, അതെടുത്തിട്ട് നല്ലോണം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ചേർക്കണമെന്ന് ഒരു നിർബന്ധമില്ല, പക്ഷെ ഇത് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളെ റാപ്പിന് നല്ലൊരു ടേസ്റ്റ് തന്നെ ഉണ്ടാവും. ഇനിയിപ്പോൾ എന്താ, ഇത് നല്ലോണം ഫ്രൈ ചെയ്ത് ഒരു ഗോൾഡൻ ബ്രൗൺ കളറാകുമ്പോൾ നമുക്കിത് ഓയിലിൽ നിന്ന് മാറ്റി വെക്കാം. ഈ ഫ്രഞ്ച് ഫ്രൈസ് ഒന്നും ഫ്രോസനായിട്ട് നമ്മളെ കയ്യിലില്ലെങ്കിൽ നമുക്കിതൊക്കെ പെട്ടെന്ന് തന്നെ നമ്മളെ വീട്ടിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാനും പറ്റും. ഇനി നമുക്ക് റാപ്പിൻ്റെ ബേസ് ഉണ്ടാക്കാം. ഞാനിവിടെ റാപ്പിൻ്റെ ബേസായിട്ട് യൂസ് ആക്കുന്നത് സെമി കുക്ക്ഡ് ചപ്പാത്തിയാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ കുബൂസോ നാൻ റോട്ടിയോ അങ്ങനെ എന്തെങ്കിലും യൂസ് ആക്കാം. അതൊന്നും ഇല്ലെങ്കിൽ ജസ്റ്റ് ബ്രെഡിൽ വെച്ചിട്ടെങ്കിലും നമുക്കിതാക്കിയെടുക്കാൻ പറ്റും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് സെമി കുക്കഡ് ചപ്പാത്തി കിട്ടിയിട്ടില്ലെങ്കിൽ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന നോർമൽ ചപ്പാത്തിയില്ലേ, അതിലോ പൊറാട്ടയിലോ അങ്ങനെയൊക്കെ നമുക്കിത് ചെയ്തെടുക്കാം. ഇനി ഇത് തിരിച്ച് മറിച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. ഇത് സെമി കുക്കഡ് അതിനെക്കൊണ്ട് നമുക്കത് പെട്ടെന്ന് വെന്ത് കിട്ടും. ഇനി നമുക്ക് റാപ്പ് ഉണ്ടാക്കാം. അതിന് വേണ്ടി ഞാൻ കുറച്ച് മയോണൈസ് എടുത്തേക്ക്. ഇത് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ മയോണൈസാണ്. ഇനി ഇതിലേക്ക് കുറച്ച് ടൊമാറ്റോ കെച്ചപ്പ്, കുറച്ച് മസ്റ്റാർഡ് സോസ്, കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടെയാണ് എടുത്തത്. ഇനി ഇത് എല്ലാം കൂടെ നമ്മൾ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇങ്ങനെ മിക്സ് ആക്കി എടുത്താൽ നമ്മളെ സോസിനൊരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും ഉണ്ടാവുക. ഇനി ഇതെല്ലാം കൂടെ നമുക്ക് ചപ്പാത്തിയിലേക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഇനി ചപ്പാത്തിൻ്റെ മുകളിലേക്ക് നമ്മൾ നേരത്തെ ആക്കി വെച്ച മയോണൈസ് ഒന്ന് നല്ലോണം തന്നെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഒരു സ്പൂണ് വെച്ച് സ്പ്രെഡാക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ചപ്പാത്തിൻ്റെ എല്ലാ ഭാഗത്തേക്കും അങ്ങ് ഇത് വന്ന് ഫില്ലായിക്കോളും. ഇനി നമ്മൾ എടുത്ത് വെച്ച വെജീസൊക്കെ ഇതിൻ്റെ മുകളിലേക്ക് നിരത്തി വെച്ചെടുക്കാം. ആദ്യം തന്നെ ഞാൻ ക്യാപ്സിക്കാണ് വെച്ചെടുക്കുന്നത്. ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ വെച്ചെടുക്കുക ചെയ്യുന്നത്. പിന്നെ നമ്മൾ എടുത്ത് വെച്ച എല്ലാ വെജിറ്റബിളും ക്യാബേജ്, ഒനിയൻ, ടൊമാറ്റോ എല്ലാം വെച്ചെടുക്കുക. ഓരോരുത്തരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ച് വെജീസ് വെക്കുന്നതിൽ കൂട്ടുകയും കുറയ്ക്കുകയും എല്ലാം ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ വേറെ എന്തെങ്കിലും വെജിറ്റബിൾസ് ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക.
ഈ വെജീസൊക്കെ വെച്ച് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ചിക്കൻ സ്ട്രിപ്സ് ഞാനിവിടെ ഒന്ന് കട്ട് ചെയ്തിട്ടാണ് വെച്ചെടുക്കുന്നത്. കാരണം ഇത് കുറച്ച് വലുതായതിനെ കൊണ്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിലുള്ളത് ചെറിയ സൈസ് ആണെങ്കിൽ അത് അങ്ങനെ തന്നെ ഒന്ന് വെച്ചെടുത്താലും മതി. പിന്നെ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് ഫ്രഞ്ച് ഫ്രൈസൊക്കെ വെച്ചെടുക്കുക. എന്നിട്ട് വേണമെങ്കിൽ കുറച്ച് സോസൊക്കെ അതിൻ്റെ മുകളിൽ കുറച്ചും കൂടെ ഒന്ന് ആഡാക്കി കൊടുക്കാം. ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തെടുക്കാം. അങ്ങനെ ചപ്പാത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മളെല്ലാം ഫില്ല് ചെയ്ത് കഴിഞ്ഞ് ഇനി നമുക്കിതൊന്ന് റാപ്പ് ചെയ്തെടുക്കാം. ഞാൻ ആദ്യം ചപ്പാത്തിൻ്റെ അടിയിൽ നിന്ന് ഒന്ന് മുകളിലോട്ടേക്ക് മടക്കി, എന്നിട്ട് സൈഡിൽ നിന്ന് 2 ഭാഗത്തേക്കൊന്ന് മടക്കിയെടുത്താലും മതി. അത് നിങ്ങൾക്ക് പറ്റുന്ന രീതിയിലൊക്കെ ഒന്ന് നോക്കി റാപ്പ് ചെയ്തെടുക്കാം. റാപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഉള്ളിൽ വെച്ച ഫില്ലിങ്സൊക്കെ ഒന്ന് നല്ലോണം കൈകൊണ്ട് ടൈറ്റാക്കി പിടിക്കാൻ മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്കിതൊരു സാൻഡ്വിച്ച് പേപ്പറിലേക്ക് വെച്ച് നല്ലോണം ഒന്ന് പൊതിഞ്ഞെടുക്കാം. അതും നമ്മൾ നേരത്തെ ചെയ്ത പോലെ അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് മടക്കി 2 സൈഡിൽ നിന്നും മടക്കിങ്ങെടുത്താൽ മതി. ഇനിയിപ്പോൾ എന്താ, ഈ റാപ്പ് നമ്മളെ മക്കൾ സ്കൂളിൽ പോകുമ്പോൾ അവർക്ക് സ്നാക്സ് ആക്കി കൊടുക്കാം. നമുക്ക് വേണമെങ്കിൽ ഇത് ഈവനിങ് സ്നാക്സ് ആക്കി കഴിക്കാം. ഇനിയിപ്പം ഡിന്നറായിട്ട് വരെ കഴിക്കാം. കാരണം ഇതിൽ കുറേ വെജിറ്റബിൾസും ചിക്കനും ചപ്പാത്തിയൊക്കെ വരുന്നുണ്ടല്ലോ. അപ്പം തന്നെ എന്താ, ഇത് ഒന്ന് കഴിച്ചാൽ തന്നെ നമ്മളെ വയറൊക്കെ ഫില്ലാവും. അപ്പം ഇത് ഡിന്നറായിട്ടൊക്കെ നമുക്ക് വേണേൽ കഴിക്കാം. നമ്മൾ ഷോപ്പിൽ നിന്ന് വാങ്ങുന്ന റാപ്പിനേക്കാളും നല്ല ടേസ്റ്റാണിത്. അതുമല്ല, നമ്മളെ മക്കളിപ്പം പച്ചക്കറിയൊക്കെ കഴിക്കാൻ മടിയുള്ള മക്കളാണെങ്കിൽ ഇതങ്ങ് കൊടുത്താൽ ഇതിൽ ഉള്ളിൽ കുറേ പച്ചക്കറിയൊക്കെ ഫില്ല് ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ അവരിത് അറിയാണ്ട് തന്നെ അതങ്ങ് കഴിച്ചോളൂ. ഇനിയിപ്പോൾ എന്താ, നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.